ദൈനംദിന ജീവിതത്തിൽ പഴമൊഴികൾക്കുള്ള പ്രാധാന്യമെന്ത്, പ്രസക്തിയെന്ത്? പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം കുട്ടിക്കാലം മുതലേ ചെലുത്തുവാൻ പര്യാപ്തങ്ങളായിട്ടുള്ളതായിരുന്നു പഴമൊഴികൾ. അത് അച്ഛനിലൂടെ അല്ലെങ്കിൽ മുത്തശ്ശനിലൂടെ, അമ്മയിലൂടെ അല്ലെങ്കിൽ മുത്തശ്ശിയിലൂടെ നമ്മിലേക്കെത്തി ഇത് അല്ലറ ചില്ലറയായി നമ്മൾ പകർന്നു കൊടുക്കും. ഏതായാലും ഈ പകർന്നു കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മിലേക്ക് പകർത്തി നൽകപ്പെട്ടതോ ആയിട്ടുള്ള ഈ പഴമൊഴികളിൽ ഏതെങ്കിലും പ്രാധാന്യമുണ്ടോ, എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ഒന്നറിയുവാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഇടത്തൂടെ എഴുന്നേക്കല്ലേ വലത്തൂടെ എഴുന്നേക്കണേ എന്ന പഴമൊഴിയാണ്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു. കുട്ടിക്കാലത്ത് ഇത് കേൾക്കാത്തവർ തന്നെ കാണില്ല. പഴയ തലമുറ എന്തായാലും കേട്ടിരിക്കും, പുതിയ തലമുറയുടെ കാര്യം എന്തോ അറിഞ്ഞുകൂടാ. ഏതായാലും എന്തേ ഇടത്തൂടെ എഴുന്നേക്കല്ലേ വലത്തൂടെ എഴുന്നേക്കണേ എന്ന് പറയാനുള്ള കാരണം യുക്തിക്ക് നിരക്കുന്നതാണോ ഈ പറയുന്നത്? ഇടത്തൂടെ എഴുന്നേറ്റ് വന്നാൽ എന്താ ഭൂതം പിടിക്കുമോ? വലത്തൂടെ പോയാൽ എന്താ ഭൂതം പേടിച്ചു പോകുമോ? എന്തേ ഇങ്ങനെ പറയുന്നു എന്ന് ചിന്തിച്ചാൽ, ഇതിലേതെങ്കിലും യുക്തിയുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ചാൽ തീർച്ചയായും അതിൻ്റെ കാരണം മനസ്സിലാകും. നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള കാന്തിക വലയങ്ങളുണ്ടത്രേ. ഒന്ന് പാദത്തിൽ നിന്ന് ശിരസിനെ ലക്ഷ്യമാക്കിയും ശിരസിൽ നിന്ന് പാദത്തെ ലക്ഷ്യമായും പ്രയാണം ചെയ്യുന്ന ആദ്യത്തെ കാന്തിക വലയം. രണ്ടാമത്തെ കാന്തിക വലയം ശരീരത്തിൻ്റെ ഇടതുഭാഗത്ത് നിന്ന് ആരംഭിച്ച് ശരീരത്തിൻ്റെ മുൻഭാഗത്തുകൂടി വലതുവശത്തേക്ക് എത്തുകയും വലതുവശത്തിൽ നിന്ന് ശരീരത്തിൻ്റെ പിൻഭാഗത്തിലൂടെ ഇടതുവശത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കാന്തിക വലയത്തിൻ്റെ ഗതിക്ക് അനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അതല്ല എങ്കിൽ ഈ കാന്തിക വലയത്തിൻ്റെ ഗതിക്ക് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രവർത്തനം അധികം ആയാസം കൂടാതെ തന്നെ വിജയത്തിലേക്ക് എത്തിക്കും. തന്നെയുമല്ല, ശരീരം ഊർജ്ജസ്വലമായി മാറും. ഇനിയും ഈ കാന്തിക വലയത്തിന് എതിർദിശയിലാണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നതെങ്കിൽ തീർച്ചയായും അത് പൂർണ്ണമായ ഫലത്തെ അല്ലെങ്കിൽ ഊർജത്തെയും പ്രവർത്തന മികവിനെയും നൽകുകയില്ല എന്ന് മാത്രമല്ല, ശരീരം ആലസ്യത്തിലേക്കും മന്ദതയിലേക്കുമൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. നെഗറ്റീവ് എനർജി അമിതമായി നമ്മുടെ ശരീരത്തേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ശരീരം പോസിറ്റീവ് എനർജിയായി നിറയപ്പെടണമെങ്കിൽ, പ്രവർത്തനങ്ങൾ ആയാസകരമായി പൂർത്തീകരിക്കണമെങ്കിൽ തീർച്ചയായും ഈ കാന്തിക വലയത്തിന് അനുസൃതമായിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ഈ ശാസ്ത്രീയതയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത്, എൻ്റെ ഉണ്ണിയെ ഇടത്തൂടെ എഴുന്നേക്കല്ലേ വലത്തൂടെ എഴുന്നേക്കണമേ എന്ന് പറഞ്ഞത്. അത് നേരായ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുവാൻ വിമുഖത കാട്ടും എന്ന ബോധം നമ്മയേക്കാൾ കൂടുതൽ അവർക്കുണ്ടായിരുന്നത് കൊണ്ട് അവർ ഇടതുവശത്തൂടെ എഴുന്നേറ്റാൽ ദോഷം കിട്ടും, പാപം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചു. ശരിക്കും ലക്ഷ്യം നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജസ്വലതയെ കൃത്യമായി നിലനിർത്തുക, നമ്മൾ അലസരും മടിയരും ഉന്മേഷരഹിതരുമായി മാറാതിരിക്കത്തക്ക തലത്തിലേക്ക് നമ്മളെ മാറ്റുക എന്നതായിരുന്നു നമ്മുടെ പൂർവികരുടെ ലക്ഷ്യം. അപ്പോൾ ഈ പഴമൊഴിയിലും അല്ലറ ചില്ലറ പ്രാധാന്യമില്ലേ? തീർച്ചയായും ഉണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. മറ്റൊരു പഴമൊഴിയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും നമസ്കാരം. ഹരി ഓം.